സ്കൂൾ മാനേജർ വർഗീസ് സാർ, മുൻ മാനേജർ ജോസഫ് സാർ, ട്രസ്റ്റിമാരായ ഉണ്ണിച്ചേട്ടൻ, അതുപോലെ ഷായി ചേട്ടൻ, MPJ പ്രസിഡന്റ് പ്രീത, എൻ്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, അതുപോലെ എൻ്റെ കുഞ്ഞുമക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ, വലിയ ഒരു സന്തോഷത്തിലേക്കാണ് സെൻറ് ജോൺസ് അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളോടൊപ്പം നമ്മുടെ വിദ്യാലയം. പരിമിതികളുണ്ട്, ആ പരിമിതികളെ വളരെ സാവധാനം നമ്മൾ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ കാലാവസ്ഥയുടെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മുടെ ഹാളിലാണ് നമ്മൾ ആദ്യം പ്രോഗ്രാം അറേഞ്ച് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചത്. കുട്ടികളുടെ എണ്ണത്തിലെ ബാഹുല്യം കൂടുന്നു. ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞതാണ് നമ്മളിതിപ്പം പുറത്തേക്ക് ഇറക്കുമെന്ന്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുള്ള മഴ വന്നപ്പോൾ നമുക്കിത് ഇവിടെ നടത്താൻ സാധിക്കുമോ എന്ന് അറിയില്ലായിരുന്നു. ഇന്നലെ അടിയന്തരമായിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ പന്തലും കാര്യങ്ങൾ വിട്ടത്. ചെറിയ പോരായ്മകളുണ്ട്, വളരെ സ്നേഹത്തോടെ അത് ക്ഷമ ചോദിക്കുന്നു. എന്തായാലും ഈ വിദ്യാലയത്തെക്കുറിച്ച് എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യം ഈ വിദ്യാലയത്തെക്കുറിച്ച് ഞാൻ പറയാം. ഇവിടെ മറ്റ് വിദ്യാലയങ്ങളിൽ നിന്നുപരി എന്താണ് ഉള്ളത് എന്ന ഒരു ചോദ്യം ഉണ്ടാകാം. ഇവിടെ ഞങ്ങളുടെ മക്കൾ സുരക്ഷിതരായിരിക്കുമോ? അതിനാദ്യമേ ഉത്തരം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഇവിടെ സുരക്ഷിതരായിരിക്കും. യാതൊരു തരത്തിലുള്ള ലഹരി ഉപയോഗങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റ് ഒരു മോശപ്പെട്ട ശീലങ്ങളിലേക്കോ എൻ്റെ കുട്ടികളെ ഞാൻ കടത്തിവിടുകയില്ല. അത് നിങ്ങൾക്ക് ഞാൻ നൽകുന്ന ഉറപ്പാണ്. അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിന്റെ ഉയർച്ചകളിൽ ഏകദേശം 111-121 കുട്ടികളുണ്ടായിരുന്ന വിദ്യാലയം ഇന്ന് 600-ലേക്ക് എടുക്കുന്നു. ഈ വർഷവും 30 കുട്ടികളിലധികം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വന്നു. അത്രമേ ആഗ്രഹമുള്ളൂ. ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്, 20-25 കുട്ടികൾ വെച്ച് ഓരോ വർഷം കൂടിയാൽ മതിയാണ്. ഒരു കാരണവശാൽ പോലും കഴിഞ്ഞ വർഷം എന്നോട് ചിലയേറിയ പോരായ്മകളും പരിഭവങ്ങളും കുറവുകളും എല്ലാം പറഞ്ഞത്, ആ കുറവുകളെല്ലാം പറ്റുന്ന രീതിയിൽ മാനേജ്മെന്റും PTA-യുമായി ചേർന്നുകൊണ്ട് പരിഹരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എല്ലാ തരത്തിലും ഇടപെടുന്നുണ്ട്. അവരുടെ ശീലങ്ങൾ മാത്രമല്ല, ആദ്യം പറഞ്ഞതുപോലെ അച്ചടക്കത്തോടു കൂടിയുള്ള ജീവിതമായിരിക്കണം കുട്ടികൾ ആദ്യം വേണ്ടത്. ഞാൻ എപ്പോഴും 10ാം ക്ലാസ്സിലെല്ലാം ചെല്ലുമ്പോൾ പറയുന്നൊരു വാചകമുണ്ട്, ടീച്ചർമാരെ എല്ലാം ഞാൻ അതിനുവേണ്ടി ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരോട് പറഞ്ഞ് ഏറ്റവും വലിയ ശക്തിയാണ് എൻ്റെ അധ്യാപകർ അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകർ. അവരോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഫുൾ എ പ്ലസ്. ആ ഫുൾ എ പ്ലസ് നേടുമ്പോൾ ഞാൻ പറയുന്നൊരു വാചകമുണ്ട്, ഫുൾ എ പ്ലസ് അല്ല ഒരു കുട്ടിയുടെ മാനദണ്ഡം, അവൻ്റെ ക്യാരക്ടർ തന്നെയാണ്, സ്വഭാവം. നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കാൻ രക്ഷകർത്താക്കൾക്ക് സാധിക്കണം. കാരണം ഇന്ന് അതില്ലാത്തതിൻ്റെയാണ് പലതരത്തിലുള്ള ഓരോരോ മൂല്യച്യുതിയോടുകൂടിയുള്ള നമ്മുടെ ഈ സംസ്കാരം മാറുന്നത്. നമ്മൾ ഒരു നേരമെങ്കിലും നമ്മുടെ മക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടി ചേർന്ന് ആ ഊണ് കഴിക്കുന്ന ഒരു രീതിയെങ്കിലും അവർക്ക് പറയാനുള്ളത് കേൾക്കുവാനും നമുക്ക് പറയാനുള്ളത് അവർക്ക് കേൾക്കുവാനും ഒരു അവസരമായിട്ട് അല്ലെങ്കിൽ സമയമായിട്ട് നമ്മളത് കണ്ടെത്തണം. പല സമയങ്ങളിലാകുമ്പോൾ അവിടെയെല്ലാം ചെറിയ അന്തചിന്തകൾ ഉണ്ടാകും. അതുണ്ടാകാതെ പോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാം സാധാരണക്കാരുടെ മക്കളാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, എൻ്റെ അടുത്ത് അഡ്മിഷൻ ആ ക്യാബിനിൽ കയറിയതിന് ശേഷം മാത്രമാണ് ഇവിടെ ഒരു അഡ്മിഷൻ നമ്മൾ കൊടുക്കുന്നത്. അത് വേറെ ഒരു തരത്തിലും വേണ്ടിയിട്ടല്ല. എനിക്ക് അവരെ അറിയണം, എൻ്റെ കുട്ടികളെ അറിയണം, രക്ഷകർത്താക്കളെ അറിയണം, അവരുടെ രീതികൾ, അവരുടെ ജോലികൾ, അതൊക്കെ എന്താണെന്ന് നമ്മൾ ചോദിക്കും. ഏറ്റവും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എൻ്റെ കുട്ടികളോട്, നിങ്ങൾക്ക് ആരാകാനാണ് ആഗ്രഹമെന്ന്. അപ്പോൾ അവർ പല വാക്കുകൾ പറയും, ചിലരൊന്നും മിണ്ടാതിരിക്കും. ഈ പറയുന്നതാകാൻ വേണ്ടിയിട്ടാ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷനോ ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ബാലിശ്യമാണെന്ന് ചിലപ്പോൾ പേരൻസിന് തോന്നുമായിരിക്കും. എങ്കിൽ പോലും നമ്മൾ ചോദിക്കുന്നത് എന്തിനാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെറിയൊരു ആഗ്രഹമെങ്കിലും ആ കുട്ടികൾ ഉണ്ടാകട്ടെ. അങ്ങനെ ഉണ്ടാകുമ്പോഴാണല്ലോ ആ ആഗ്രഹത്തിന്റെ പുറകെ അവർക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആഗ്രഹങ്ങളും പോരായ്മകളും എല്ലാം എഴുതിയ ഒരു വലിയ ഡയറി എൻ്റെ കയ്യിലുണ്ട്. 2006 വന്ന അധ്യാപകനാണ്. 2012 HM ചാർജ് എടുത്തു തുടങ്ങി. അന്ന് മുതൽ എൻ്റെ കയ്യിൽ ഒരു ഡയറി എപ്പോഴും ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത്, ആ സാധാരണക്കാരുടെ മക്കളുടെ ആഗ്രഹത്തിന് എല്ലാ രക്ഷകർത്താക്കളും ചേർന്ന് നിൽക്കണം. ഇവിടെ വരുന്നവരുടെ ഒരു കാര്യത്തിൽ ശാഠ്യം പിടിക്കണം. അക്കാദമിക് രംഗത്ത് യാതൊരു തരത്തിലുള്ള കുറവും നമ്മുടെ മക്കൾക്കുണ്ടാകാൻ ഈ വിദ്യാലയത്തെ സമ്മതിച്ചു കൊടുക്കരുത്. ഞാൻ ഉൾപ്പെടെയുള്ള അധ്യാപകരോട് അല്ലെങ്കിൽ മറ്റുള്ള രക്ഷകർത്താക്കളുടെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന PTA ആളുകളോട് നിങ്ങൾ ചോദിക്കണം, എന്താണ് ഈ കുറവിന് കാരണമെന്ന്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഈ വിദ്യാലയത്തിൽ ചേർത്തതിന് ശേഷം
10ാം ക്ലാസ്സിൽ എത്തിയിട്ടും അവൻ അക്ഷരം അറിയാതെ പോകുന്നുണ്ടെങ്കിൽ അത് ഈ വിദ്യാലയത്തിന്റെ കുഴപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇടപെടലുകൾ ഉണ്ടാകണം. ഇന്ന് പ്രവേശനോത്സവം കഴിഞ്ഞു, പിന്നെ ഇങ്ങോട്ട് വരാതിരിക്കരുത്. ഏതെങ്കിലും ഒരു ക്ലാസ് PT വിളിക്കുന്നു, അങ്ങനെ ഒരു ശീലമാകരുത്. നമ്മൾ ഇടപെടണം, നല്ല രീതിയിൽ ഇടപെടണം. കാരണം ചിലപ്പോൾ നമ്മുടെ ആർട്സും അല്ലെങ്കിൽ മറ്റുള്ള കായിക മേളകളിലെല്ലാം ആയിരിക്കും നിങ്ങൾ പിന്നീട് ഇവിടെ വരുന്നത്. അത് പോരാ. കായിക രംഗമൊക്കെ നമുക്ക് വേണം, അത്യാവശ്യത്തിനെല്ലാം വേണം. പക്ഷേ ഈ പറയുന്ന അക്കാദമിക് റിസൾട്ട് ഇല്ലാതെ ഒരാൾക്കും എവിടെയും നല്ല ഒരു പ്ലേസ്മെന്റ് അല്ലെങ്കിൽ +1 ചേരാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വിദ്യാലയത്തിൽ നിങ്ങൾ 131ഓളം ആളുകൾ പുതിയതായിട്ട് ചേർന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഉള്ളവരെയും ചേർത്തുകൊണ്ട് ഞാൻ പറയുകയാണ്, നല്ല രീതിയിൽ അക്കാദമിക് റിസൾട്ട് മേടിച്ചുകൊണ്ട് പോകാനുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഇടപെടൽ നടത്താനുള്ള ഉത്തരവാദിത്തം എൻ്റെ രക്ഷകർത്താക്കൾക്കുണ്ട്. അത് ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് അധ്യാപകർക്കുള്ളത്. അത് അവർ ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് എൻ്റെ 2018 കോവിഡ് കാലത്ത് ഒരു പ്രളയ സമയമൊക്കെയുള്ള സമയത്ത് ഒരു വീഡിയോ ഉണ്ട്. അതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു A+ നിന്നാണ് ഞങ്ങൾ തുടങ്ങിയത്, ഉണ്ണികൃഷ്ണൻ NT എന്ന് പറയുന്ന കുട്ടിയിൽ നിന്ന്. അവിടെ നിന്നും ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് 33 ഫുൾ A+കളിൽ നിന്നാണ്. ആലുവ വിദ്യാഭ്യാസ ജില്ലയിൽ പെർസെൻറ്റേജ് വൈസിൽ ഏറ്റവും കൂടുതൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന വിദ്യാലയമാണ് സെന്റ് ജോൺസ്. അത് ഇനിയും കൂടും, യാതൊരു തർക്കവുമില്ല. അടുത്ത വർഷം 33 എന്ന് പറയുന്ന നമ്പർ ആയിരിക്കില്ല, 33-ന് അപ്പുറത്തൊരു നമ്പർ, 35-ഓ 40-ഓ ആ മുകളിലേക്കുള്ള കയറ്റമുള്ളൂ, താഴേക്ക് ഉണ്ടാകില്ല. അപ്പൊ അതിനുള്ള ഇടപെടലുകൾ നല്ല രീതിയിൽ തന്നെ നടത്തും. അതിനെല്ലാവരുടെയും നമ്മുടെ ചേർന്ന് നിന്നുള്ള ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് ലഭിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, USS ആണെങ്കിലും USS നേടിയപ്പോൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ആളുകൾക്കറിയാം, തിരുവാണി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ USS റിസൾട്ട് നേടിയ വിദ്യാലയവും സെന്റ് ജോൺസ്, NMMS നേടിയ വിദ്യാലയവും സെന്റ് ജോൺസ്, SLC ഫുൾ A+ നേടിയ വിദ്യാലയവും സെന്റ് ജോൺസ്. ഒരു കാര്യം ചേർത്ത് വെക്കുകയാണ്, ഇത് ആരോടുള്ള ഒരു കുറ്റപ്പെടുത്തലല്ല കേട്ടോ. അതിനവസാനം ഞാനൊരു അനൗൺസ്മെന്റ് നടത്തുന്നുണ്ട്. ഇവിടെ വരുന്നത് മണിയിട്ടിലെയും മുളന്തുരുത്തിയിലെയും അതുപോലെ പുത്തൻകുരിശിലെയും മറ്റ് പഞ്ചായത്തുകൾ, ഇതര പഞ്ചായത്തുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരെയും അംഗീകരിക്കുന്ന ഒരു നിലപാടാണ് ഇവിടെ ഉള്ളൂ. ഇവിടെ എല്ലാവർക്കും അവർക്ക് ഇവിടെ പഞ്ചായത്ത് മാറ്റി നിർത്തിക്കൊണ്ടൊരു പ്രവർത്തനം ഇവിടെയില്ല. എൻ്റെ കുട്ടികൾ ഈ സെന്റ് ജോൺസിന്റെ കുട്ടികളാണ്. അപ്പൊ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു ചെറിയ തീരുമാനം എടുത്തു. ചില അംഗീകാരങ്ങൾ എൻ്റെ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അപ്പൊ അത് ഇവിടെ വെച്ച് പറയണമെന്ന് തോന്നിയത് മറ്റു തരത്തിലാണ് പറയുന്നത്. വേറൊരു ചെറിയ ഒരു കാര്യമാണെങ്കിലും അത് പറയേണ്ട വേദിയാണെന്ന് ഞാൻ PTA പ്രസിഡന്റിനോട് ചോദിച്ചിട്ടാണ് പറയുന്നത്. ഒരു അനൗൺസ്മെന്റ് ആണ്, എൻ്റെ കുട്ടികൾക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഒരു 10,000 രൂപ ഞാൻ മാറ്റിവെക്കുന്നു. അത് ശ്രദ്ധിക്കുക എൻ്റെ മക്കള്. ഞാൻ ആദ്യം പറഞ്ഞത് USS NMMS ഗ്രേസ് മാർക്ക് ഇല്ലാതെ, അത് ഞാൻ എപ്പോഴും പറയുന്ന വാചകമാണ്, ഗ്രേസ് മാർക്ക് ഇല്ലാതെ ഫുൾ A+ നേടുന്ന വിദ്യാർത്ഥിക്ക് 2036 സാർ റിട്ടയർ ചെയ്യുന്നത്. 10,000 ഒരു 10 വർഷത്തോടെയാണ് 1 ലക്ഷം രൂപ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ വിദ്യാർത്ഥികൾക്ക് നൽകാൻ ഞാൻ തീരുമാനമെടുത്തു. ശ്രദ്ധിക്കുക, USS NMMS SLC ഗ്രേസ് മാർക്ക് ഇല്ലാതെ ഫുൾ A+, ഈ 3 കാറ്റഗറിയും കൂടെ ചേർന്ന് വരുന്ന ആളുകൾക്കേ കിട്ടുള്ളൂ. USS കിട്ടി എന്ന് പറഞ്ഞതുകൊണ്ട് തരില്ല. ചിലപ്പോൾ ഈ വർഷം തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്, ജൂലൈ മാസത്തിൽ കൊടുക്കും. ഒരു കുട്ടി ഉള്ളെങ്കിൽ ആ ഒരു കുട്ടിക്ക് 10,000 കിട്ടും. ആ എമൗണ്ട് നമ്മൾ കൂട്ടും. അത് കുട്ടികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് പറയാനുണ്ടായ സാഹചര്യം എൻ്റെ കുട്ടികളെ മാറ്റി നിർത്തുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ വരുന്നുണ്ട്. അത് പറ്റില്ല. ഞാൻ ആദ്യം പറഞ്ഞതാണ്, മണിയുടെ പഞ്ചായത്തിലെയും മുളന്തുരുത്തിയിലെയും മറ്റ് ഇതര പഞ്ചായത്തുകളിലെയും ചോറ്റാനിക്കര പഞ്ചായത്തിലെ എല്ലാം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനമാണ്. അവിടെ അംഗീകാരം എല്ലാവർക്കും കിട്ടണം. അത് വാശിയല്ല, ആവശ്യമാണ്. ആ ആവശ്യം പറയുന്നത് ഈ പൊതുസമൂഹത്തിനോടാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതാണ് അവർക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം എന്ന് എൻ്റെ തോന്നലിൽ ഞാൻ അവർക്ക് നൽകുന്നു. വീണ്ടും പറയുന്നു, NMMS USS SLC ഗ്രേസ് മാർക്ക് ഇല്ലാതെ കിട്ടുന്ന കുട്ടിക്ക് അത് നൽകും. അത് ചിലപ്പോൾ എൻ്റെ ഏണിങ്ങിനനുസരിച്ച് ചെറിയ കടങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം തീർന്നാൽ അത് 25,000-ലേക്കും ഞാൻ മാറ്റും. എന്തായാലും അത് ഇവിടെ നൽകുന്ന ഒരു ഉറപ്പാണ്. അത് നേടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ, എൻ്റെ കുട്ടികൾക്ക് സാധിക്കട്ടെ എന്നും എല്ലാ കുട്ടികളും അച്ചടക്കമുള്ള ഒരു നല്ല വിദ്യാർത്ഥികളായിട്ട്
മാറട്ടെ എന്നും അവർക്ക് എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും സ്കൂൾ മാനേജ്മെന്റ് ഭാഗത്ത് നൽകുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, AC ഉള്ള ഒരു കമ്പ്യൂട്ടർ ലാബാണ് വരുന്നത്. ഇപ്പുറത്ത് സയൻസ് ലാബ്, മുകളില് മാത്സ് ലാബ്, എല്ലാ തരത്തിലും നല്ല ഇടപെടലുകളുണ്ട്. കുറവുകളില്ല എന്ന് ഞാൻ പറയുന്നില്ല, കുറവുകൾ ഞാൻ സാറുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ കുറവുകളെല്ലാം മാറ്റും. ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് നിന്നാണ് അവർ അത് ഏറ്റെടുത്തത്. ആ ഏറ്റെടുത്തപ്പോൾ അവർക്ക് അതിനുള്ള ശേഷിയുണ്ട്. ആ ശേഷി അവർ കാലാകാലങ്ങളിൽ മാറ്റും. ഇപ്പൊ ഇന്ന് നിൽക്കുന്നവരെല്ലാവരും നമുക്ക് അടുത്ത വർഷം ഇരുത്താനുള്ള സജ്ജീകരണം നമുക്ക് ചെയ്യാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. എല്ലാവരെയും ഈ യോഗത്തിലേക്ക് വന്നതിന്, എനിക്ക് വിദ്യാലയത്തിലേക്ക് വന്നതിനുള്ള എല്ലാ സന്തോഷവും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Thank you, sir.